Hare Krishna, Hare Krishna, Krishna Krishna. ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടി എഴുതിയ മെമ്മറീസ് ഓഫ് ശ്രീല പ്രഭുപാദ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്ന് വായിച്ചാണ്. അതിൽ മുതിർന്ന ശിഷ്യന്മാര് പ്രഭുപാദുമായിട്ടുള്ള ഇടപഴകലിൽ അവർക്ക് കിട്ടുന്ന സാക്ഷാത്കാരങ്ങൾ പറയാറുണ്ട്. അപ്പൊ അതില് ഒരു ഭക്തനാണ് പുഷ്ടകൃഷ്ണ ദാസ് എന്ന് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം ഒരു വട്ടം പ്രഭുപാദിന്റെ കൂടെ സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന സമയത്ത് നടന്ന ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ശില പ്രഭുപാദ് സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. അന്ന് പ്രഭുപാദ് ആദ്യമായിട്ട് പുസ്തകങ്ങളൊക്കെ എഴുതും, എന്നിട്ട് അത് ന്യൂയോർക്കിൽ പോയിട്ട് അത് പബ്ലിഷ് ചെയ്തിട്ടാണ് പ്രഭുപാദിന്റെ അടുത്ത് വരുന്നത് പുസ്തകങ്ങൾ. അങ്ങനെ പ്രഭുപാദ് സൗത്ത് ആഫ്രിക്കയിലായിരുന്ന സമയത്ത് ഈ 5th കാൻഡോ ഭാഗവതം അവിടെ വന്നു, ഫസ്റ്റ് കോപ്പി വന്നു. അപ്പൊ പ്രഭുപാദിനെ കാണാൻ വേണ്ടിയാണ് അത് അയച്ചു തന്നത്. അപ്പൊ പ്രഭുപാദിന്റെ അടുത്ത് എത്തിയപ്പം പ്രഭുപാദ് നോക്കി ഭയങ്കര സന്തോഷത്തോടെ 5ാമത്തെ സ്കന്ധം ഇങ്ങനെ മറിച്ച് നോക്കുമായിരുന്നു. അപ്പൊ പ്രഭുപാദിന്റെ കൂടെ അന്ന് പ്രഭുപാദിന്റെ മറ്റൊരു ശിഷ്യനുണ്ടായിരുന്നു, ഭാർഗവദാസ് എന്ന് പറഞ്ഞൊരു ശിഷ്യനുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മെയിൻ സർവീസ് എന്ന് പറഞ്ഞാല് ഫോട്ടോസ് എടുക്കുക എന്നുള്ളതാണ്. ഓരോരോ കാര്യത്തിന് ഫോട്ടോ, ഈ പ്രോഗ്രാംസിന് ലെക്ചേഴ്സിനൊക്കെ ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ്. അപ്പം പുഷ്ടകൃഷ്ണ ദാസ് പ്രഭു അവിടെ ഉണ്ടായിരുന്നു, ഭാർഗവ പ്രഭു ഉണ്ടായിരുന്നു, പ്രഭുപാദും ഉണ്ടായിരുന്നു. പ്രഭുപാദിന് ന്യൂയോർക്കിൽ നിന്ന് ഇത് 5th കാൻഡോ ഭാഗവതം വരികയും ചെയ്തു. അപ്പൊ പ്രഭുപാദ് ഭയങ്കര സന്തോഷത്തോടെ അതിന്റെ പിക്ചേഴ്സും ഇതൊക്കെ നോക്കി ഇങ്ങനെ മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഭാർഗവ പ്രഭു അദ്ദേഹത്തിന്റെ യൂഷ്വൽ സർവീസായിട്ട് അദ്ദേഹം ഫോട്ടോസ് എടുക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ പ്രഭുപാദ് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരുപാട് ഫോട്ടോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. പ്രഭുപാദ് ഓരോ മറിച്ച് നോക്കുന്നതും ഒക്കെ. പെട്ടെന്ന് പ്രഭുപാദ് കുറച്ചൊരു ദേഷ്യത്തില് അദ്ദേഹത്തിനോട് പറഞ്ഞു, എന്തിനാ എന്റെ ഫോട്ടോസ് ഇത്ര എടുക്കുന്നതെന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പൊ പെട്ടെന്ന് അദ്ദേഹം തനിക്ക് കിട്ടിയ ഒരേ സർവീസാണിത്. പെട്ടെന്ന് തന്റെ സർവീസിൽ ആധ്യാത്മിക ഗുരു തൃപ്തനല്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി. ഭാർഗവ പ്രഭുവിന് അദ്ദേഹത്തിന് വിഷമമായിട്ട് അദ്ദേഹം ആ സർവീസ് നിർത്തി ആ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോയി. പിന്നെ വൈകുന്നേരത്തെ പ്രോഗ്രാം നടന്ന സമയത്ത് നോക്കുമ്പോൾ ഈ പ്രോഗ്രാമിന് ഫോട്ടോ എടുക്കാനായിട്ട് ഭാർഗവ പ്രഭുവിനെ കാണുന്നില്ല. അപ്പൊ എല്ലാരും അവിടെ ഇവിടെ അന്വേഷിച്ച് കണ്ടില്ല. അപ്പൊ പ്രഭുപാദും ചോദിക്കാൻ തുടങ്ങി, എവിടെ ഭാർഗവ പ്രഭു എവിടെ എന്ന്. അതൊരു ഭയങ്കര സ്വീറ്റായിട്ട് ഒരു ഡീലിംഗ് ആയിട്ടാണ് പുഷ്ടകൃഷ്ണ പ്രഭുവിന് തോന്നിയത്. അപ്പൊ എന്നിട്ട് അവസാനം ഏകദേശം മിഡ്നൈറ്റ് ആയപ്പോഴത്തേന് ഒരു ഫോൺ കോൾ വന്നു ടെമ്പിളിലേക്ക്. അപ്പൊ ഈ ഭാർഗവ പ്രഭു ആണ്. അപ്പൊ അദ്ദേഹം എവിടെയോ നിന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പുഷ്ടകൃഷ്ണ പ്രഭു പറഞ്ഞു, നീ അവിടെ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കുക, ഞാനിപ്പോ വന്ന് നിന്നെ പിക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഇദ്ദേഹത്തിനെ പിക്ക് ചെയ്തുകൊണ്ട് വന്നിട്ട് പ്രഭുപാദിന്റെ അടുത്ത് കൊണ്ടുവന്നു. പ്രഭുപാദ് അപ്പോൾ ഉറങ്ങിയിട്ടില്ല. പ്രഭുപാദിന്റെ അടുത്ത് വന്നിട്ട് ഇദ്ദേഹത്തിനെ കാണിച്ചു. അപ്പം പ്രഭുപാദ് അദ്ദേഹത്തിനോട് പറഞ്ഞു, എന്തിനാണ് നീ ഇത്രയും വിഷമിച്ചത്? എനിക്ക് ഇങ്ങനെ എന്റെ ഫോട്ടോസ് ഇങ്ങനെ ഒരുപാട് എടുക്കുന്ന ഇഷ്ടമല്ലെന്നല്ലേ പറഞ്ഞുള്ളൂ എന്നിങ്ങനെ പ്രഭുപാദ് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ആ വിഷമം ഫീലിംഗ് അത് മാറിപ്പോയി. അപ്പൊ ഇത് പുഷ്ടകൃഷ്ണ പ്രഭു അദ്ദേഹത്തിന്റെ സാക്ഷാത്കാരമായിട്ട് പറയുന്നത്, പ്രഭുപാദിന് ഈ ഒരു മൂവ്മെന്റ് ഒരു കൾട്ടായിട്ട് മാറാനായിട്ട് താല്പര്യമില്ല. കൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ ഒതുങ്ങുന്ന മൂവ്മെന്റ്, അല്ലെങ്കിൽ അദ്ദേഹമാണ് എല്ലാം എന്നുള്ള രീതിയിൽ. പ്രഭുപാദ് അതിനകത്ത് ഭാർഗവ പ്രഭുവിനോട് പറഞ്ഞത് സീ മൈ ബുക്സ് എന്നാണ് ആദ്യം പറഞ്ഞത്. സീ മൈ ബുക്സ്, വൈ യു ആർ ടേക്കിംഗ് സോ മച്ച് ഫോട്ടോസ് എന്നിങ്ങനെ ചോദിച്ചു. അപ്പം ആ ഒരു നിർദ്ദേശത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഒരു കാര്യമാണ് പ്രഭുപാദ് പറഞ്ഞത്. എന്നിട്ട് പുഷ്ടകൃഷ്ണ പ്രഭു പറഞ്ഞു, പ്രഭുപാദ് ആ പൊസിഷൻ, സ്പിരിച്വൽ മാസ്റ്റർ എന്നുള്ള പൊസിഷൻ എടുത്തിരിക്കുന്നത് തന്റെ ആധ്യാത്മിക ഗുരുവിനെ സെർവ് ചെയ്യാൻ വേണ്ടിയാണ്. അല്ലാതെ ആ ഒരു കൾട്ട് തനിക്ക് ചുറ്റും ഒരു കൾട്ട് ഉണ്ടായി വരണം എന്ന് പ്രഭുപാദിന് ആഗ്രഹമില്ല എന്നുള്ള. പ്രഭുപാദിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഭഗവാനെ എല്ലായിടത്തും അറിയിക്കണം, ഭഗവാനെ മാഗ്നിഫൈ ചെയ്യണം എന്നാണ് പ്രഭുപാദിന്റെ ആഗ്രഹം എന്ന് അതിനകത്ത് പുഷ്ടകൃഷ്ണ പ്രഭു ഇതിനകത്ത് പറഞ്ഞു തരുന്നത്.